തിരുവനന്തപുരം കിളിമാനൂരിൽ വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ച് പാമ്പ് കടിയേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാരേറ്റ് പേടികുളം സ്വദേശി സുധർമ്മയാണ് മരിച്ചത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. മേഘന, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഈ പാമ്പ് കടിയേറ്റുള്ള മരണം, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ കിളിമാനൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എന്താണ് ഉണ്ടായത്? വിവരങ്ങൾ എന്താണ്? തീർച്ചയായും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതും താപനില ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ പാമ്പ് പോലെയുള്ള ജീവികൾ മാളങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയമാണ്. അത് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യം വനംവകുപ്പ് അടക്കം നിർദ്ദേശമായി നൽകുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ആവർത്തിക്കുന്നത്. കിളിമാനൂരിൽ വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ചാണ് വീട്ടമ്മയ്ക്ക് പാമ്പ് കടിയേറ്റത്. കാരേറ്റ് പേടിക്കുളം സ്വദേശിയായിട്ടുള്ള സുധർമ്മ, 75 വയസ്സാണ് പ്രായം. വീട്ടിന് മുറ്റത്തെ കിണറിന് സമീപത്ത് നിന്ന് പാമ്പ് കടിയേൽക്കുന്നു. ഉടൻ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലവിളി കേട്ട് അയൽവാസികളടക്കം ഓടിയെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പാതി വഴിയിൽ തന്നെ ജീവൻ പോയിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഈ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുന്നുണ്ടാവുക. ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് വനംവകുപ്പ് കർശന നിർദ്ദേശം നൽകുകയാണ്. കാരണം ഈ പാമ്പ് പോലുള്ള ജീവികൾ കിണറിനടുത്തും അതുപോലെ തന്നെ ജലാംശമുള്ള സ്ഥലത്തും ഒക്കെയാണ് കൂടുതലായും കാണപ്പെടുക. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുക, പാമ്പുകളെ ചവിട്ടാതിരിക്കുക അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വനം വകുപ്പ് നൽകുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.